ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസിന് അധികം സമയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് തുടങ്ങിയിട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ റെസിപ്പികളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആ പറയണ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും കറക്റ്റ് അളവിലെടുത്തിട്ട് റെഡിയാക്കിയിട്ട് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് റെഡിയാക്കി കിട്ടും. പിന്നെ ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് നട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾ ആ പറയുന്ന പോലെ റെഡിയാക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ സാധനവും സമയവും ആ പൈസ എല്ലാം നിങ്ങളുടെ വേസ്റ്റായി പോകും. അപ്പോൾ ഞാനിവിടെ എല്ലാത്തിൻ്റെ അളവ് 250 ml മെഷറിംഗ് കപ്പിലാണ് എടുക്കുന്നത്. മെഷറിംഗ് കപ്പ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളവ് എടുക്കുക. പക്ഷേ മെഷറിംഗ് കപ്പിൽ എപ്പോഴും അളവ് എടുക്കുന്നതാണ് ശരിക്കും നല്ലത്. മെഷറിംഗ് കപ്പ് നമുക്ക് എല്ലാ കടകളിൽ നിന്നും നമുക്ക് വാങ്ങാനും കിട്ടും. അതിന് വലിയ വിലയൊന്നുമില്ല. നമ്മളൊരു സാധാരണ ഒരു ചായ കുടിക്കുന്ന ഒരു കപ്പ് വാങ്ങണ വില ഈ മെഷറിംഗ് കപ്പിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ കപ്പ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഷറിംഗ് കപ്പ് സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളവെടുക്കുക. പിന്നെ നമ്മൾ 2 തരത്തിലുള്ള കേക്കാണ് നമ്മൾ ഈ വർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ 2 തരത്തിലുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവർക്കും ഓവനൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അടപ്പത്ത് വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണ പ്ലം കേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. ആ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു 1.5 മില്യൻ്റെ അടുത്ത ആൾക്കാർ ആ വീഡിയോ കണ്ടേക്കുന്നത് മാത്രമല്ല ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓവനിൽ വെച്ചിട്ട് റമ്മ് ചേർത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണം. നമ്മുടെ ട്രഡീഷണലായിട്ട് റമ്മ് ചേർത്തിട്ടാണ് ഈ കേക്ക് പണ്ടൊക്കെ ഉണ്ടാക്കാറുള്ളത്. ആ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്രയ്ക്കധികം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കാണോ റമ്മ് ഒഴിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അത്രയ്ക്ക്, നമ്മൾ മലയാളികൾക്ക് അത്രയ്ക്ക് എല്ലാവരും അങ്ങനെ ഉണ്ടാക്കലില്ല. അപ്പോൾ അതായിരുന്നാലും കുറേ പേര് ഉണ്ടാക്കി നോക്കിയവരൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ റമ്മ് ചേർത്തിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. റമ്മ് ചേർക്കേണ്ട സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കുന്ന കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്കായിരിക്കും ഇത്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷം പറയണില്ല. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ഫസ്റ്റ് ഒന്ന് പറയാം ഇതൊക്കെ വേണ്ടതുള്ളത്. അതുകൊണ്ട് നമുക്ക് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എടുക്കണം കേട്ടോ, തോന്നണ പോലെ ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ 2 തരത്തിലുള്ള നട്ട്സാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള നട്ട്സുകൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചേർക്കാം. ഏത് നട്ട്സാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നട്ട്സും നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു പിടി ഏത് നട്ട്സാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. അതെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇത് ആൽമണ്ടാണ്, ഇത് പീക്കണാണ്. ഈ 2 നട്ട്സ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാണ്ടിരിക്കണ്ട, ഏതെങ്കിലും ഒരു നട്ട്സ് ചേർക്കണം. എന്നാലും അത് കടിക്കുമ്പോൾ ഒരു കേക്കിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കാഷ്നട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഷ്നട്ട് ചേർക്കാം, അതൊക്കെ ചേർക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാൻബെറീസ് എടുത്തിട്ടുണ്ട്. ഈ ക്യാൻബെറി എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല, അത് ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുണ്ട് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി. അത് സാധാരണ ചേർക്കുമ്പോൾ അങ്ങനെ ചേർക്കാറില്ല, പക്ഷേ അതുകൊണ്ട് ചേർത്താണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കളർഫുള്ളും കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതായിരുന്നാലും ഞാൻ 3ഉം ഒരേ പിടിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈന്തപ്പഴം എന്തായിരുന്നാലും ചേർക്കണം, ഉണക്കമുന്തിരി എന്തായിരുന്നാലും ചേർക്കണം. ഇത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ആപ്രിക്കോട്ടോ അങ്ങനെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ചേർക്കാം. ഇപ്പോൾ നിങ്ങൾ 3 എടുത്തിട്ടുണ്ടല്ലോ, ഞാൻ 2 എടുത്തിട്ടുണ്ടെങ്കിൽ അളവിൽ വ്യത്യാസം വരുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ അളവിലൊന്നും വ്യത്യാസം വരില്ല. 1/2 കപ്പ് മുന്തിരി ജ്യൂസ്, ഇത് 250 mlൻ്റെ 1/2 കപ്പാണ്. 1/2 കപ്പ് മുന്തിരി, ഞാനിവിടെ മുന്തിരി ഫ്രഷായിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടിച്ചിട്ട് ജ്യൂസായിട്ട് അരിച്ച് പിഴിഞ്ഞെടുത്തേക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ചേർക്കുക. ഇതിന് പകരം വൈൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈൻ ചേർക്കുക. പിന്നെ വേണ്ടത് ഓയിലാണ്. ഓയിൽ ഞാനിവിടെ 250 mlൻ്റെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ഓയിലാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിൽ ചെയ്യുക. വെളിച്ചെണ്ണയിൽ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണയിൽ ചെയ്താലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പഞ്ചസാര 250 mlൻ്റെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പൊടിച്ചെടുത്തേക്കണം പഞ്ചസാര. ഈ പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്തിട്ടെടുക്കും. കാരമലൈസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ഈ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് നല്ല തിളച്ച വെള്ളവും കൂടിയിട്ട് ചേർക്കും. പിന്നെ വേണ്ടത് മുട്ടയാണ്. മുട്ട ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ആയിട്ട് ചേർക്കുന്നത് ഇതേപോലെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. ഇതിന് അത്രയ്ക്കാണ്ട് കനല്ല കേട്ടോ, ഒരു വലിയ കഷ്ണം കറുകപ്പട്ട. പിന്നെ ഏലക്കായ 2, 4, 6, 8 ഒരു 8 ഏലക്കായ എടുത്തിട്ടുണ്ട്. സാധാരണ ഏലക്കായ അങ്ങനെ ചേർക്കാറില്ല, പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കേക്കിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു 8 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഒരു 10 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ ജാതിക്കുരു മുഴുവനായിട്ടില്ല, അപ്പോൾ ഞാൻ ഇത് ജാതിക്കുരു പൊടിച്ചേക്കണ
അതാണ് എടുത്തേക്കുന്നത്. നട്ട്മഗ് പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു ജാതിക്കുരുവിൻ്റെ ചെറിയ ജാതിക്കുരു എന്ന് വെച്ചാൽ ഒരു ജാതിക്കുരുവിൻ്റെ പകുതി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചിട്ട് എടുക്കുമ്പോൾ ഇതിപ്പോൾ കുറച്ചായതുകൊണ്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നിങ്ങൾ പൊടിച്ചിട്ടെടുത്തോട്ടെ. അപ്പോൾ ഇത്രയ്ക്ക് സ്പൈസസാണ് നമ്മൾ ചേർക്കുന്നത്. ഇത്രയ്ക്ക് സ്പൈസസ് ചേർക്കണം കേട്ടോ, അത് കൂടുതലൊന്നും ആവില്ല. പിന്നെ വേണ്ടത് വാനില എസൻസ്. വാനില എസൻസ് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് മൈദപ്പൊടി. ഗോതമ്പൊടി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും സോഫ്റ്റായിട്ട് വരില്ല. കേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ക്രിസ്മസിന് വല്ലപ്പോഴൊക്കെയുള്ള കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കേക്കിൻ്റെ ടേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഞാനും ചോദിക്കേണ്ട മൈദപ്പൊടിക്ക് പകരം ഗോതമ്പൊടി പറ്റുമെന്ന്. മൈദപ്പൊടി 250 ml മെഷറിംഗ് കപ്പിൽ 1.25 കപ്പാണ് ചേർക്കുന്നത്. 1.25 കപ്പ് മൈദപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത് 4 കൂടിയിട്ട് നമ്മൾ അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് ഒരു 2 പ്രാവശ്യമെങ്കിലും അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് എടുക്കണം. നമ്മളായിരിക്കും ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും മൈദപ്പൊടിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുറച്ച് നല്ല കട്ടിയുള്ള പാത്രം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രം എടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ കട്ടിയുള്ള പാത്രമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ചെടുത്തേക്കണ പഞ്ചസാര. തീ ഓണാക്കട്ടെ. ഇത് ഇപ്പോൾ ഇളക്കണ്ട, ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഒരു പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. പുക കയറിയത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. ഇതിൻ്റെ പിന്നാലെ നമ്മൾ നോക്കി നിൽക്കണ്ട, ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചു. അപ്പോൾ നോക്കിയ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് പഞ്ചസാര അങ്ങനെ അങ്ങോട്ട് കാണിക്കുമ്പോൾ ഒന്ന് വെള്ളം പോലെ ആയിട്ടുണ്ട്. നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ ഒരു പുക പോലും വന്നിട്ടില്ല കേട്ടോ. എപ്പോഴും ഇളക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അത് അവിടെ നിന്നിട്ട് റെഡി ആയിക്കോളും. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് നമ്മൾ പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അത് ഞാൻ കഴിഞ്ഞ ദിവസം കേക്ക് ഉണ്ടാക്കിയപ്പോൾ പൊടിച്ചത്, അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുകണില്ല. അപ്പോൾ സ്പൈസസ് ചേർക്കാം കേട്ടോ. ഏലക്കായ, കറിയാമ്പൂ, കറുകപ്പട്ട, ജാതിക്കുരു ഞാനിവിടെ പൊടിച്ചതല്ലേ എടുക്കേണ്ടത്. കറുകപ്പട്ട ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാം. ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ ഒരു ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏലക്കായ നമ്മളൊന്ന് തിരിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയുടെ ജാറ് തുറന്നിട്ട് ഏലക്കായുടെ തൊണ്ടം മാറ്റി കളഞ്ഞു. അപ്പോൾ ഇനി ഇതുകൂടി ഇരിക്കട്ടെ. 1 കപ്പ് നല്ല തിളച്ച വെള്ളം വേണം. അപ്പോൾ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇതാ മെൽറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടി മെൽറ്റ് ആവാനുണ്ട്, ഒന്നുകൂടി വെള്ളം ആവാനുണ്ട്. അപ്പോൾ നോക്കിക്കേ നമ്മുടെ പഞ്ചസാര ഫുള്ളായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. നല്ല നോക്കിക്കേ നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട് വേണ്ട. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർക്കുകയാണ്. നമ്മുടെ അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒഴിക്കുമ്പോൾ കൈമ തെറിക്കാണ്ട് കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോ. നമ്മുടെ പഞ്ചസാര ഫുള്ളായിട്ട് കാരമലൈസ് ചെയ്തിട്ട് ഒട്ടും കട്ടയായിട്ട് കിടക്കണില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും കട്ട പോലെ കിടക്കരുത് കേട്ടോ. ഇനി നമുക്കൊരു തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് മുന്തിരി ജ്യൂസ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ, അത് ചേർക്കണം. മുന്തിരി ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ മുന്തിരി വൈൻ ചേർക്കാം. ഓക്കെ. ഇനി അടുത്തത് നമ്മളിതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. പണ്ട് കാലത്തേക്കും ഇത് റമ്മിൽ 1 മാസമൊക്കെ ഇട്ട് വെച്ചിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാറ്. പക്ഷേ ഇപ്പോൾ നമ്മളിതിങ്ങനെ തിളപ്പിച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാ നല്ല തിള വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മുടെ സ്പൈസസ് പൊടിച്ച് വെച്ചേക്കുന്നത് ചേർക്കുന്നത്. സാധാരണ നമ്മൾ മൈദപ്പൊടിയുടെ കൂടെയാണ് മിക്സ് ചെയ്യണത്. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. തീ ഓഫ് ചെയ്ത് വഴിക്കാണ് നമുക്കത് ചേർക്കാം. എന്താ പൊടിച്ച് വെച്ചേക്കുന്നത് ചേർക്കാണ്. ജാതിക്കുരു പൊടിച്ചത് കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ. അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ കേക്കിന്. അത് ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടിയിട്ട് ചേർക്കാനുണ്ട്.
വാനില എസൻസ് അത് നമുക്കിപ്പോൾ ചേർക്കണ്ട. ഇത് ഇരുന്നിട്ടൊന്ന് ചൂടാറട്ടെ. അപ്പോൾ 250 ml മെഷറിംഗ് കപ്പിൽ 1.25 കപ്പ് മൈദപ്പൊടി. ഇതേപോലെ ഇങ്ങനെ വടിച്ചിട്ടുള്ള അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കറക്റ്റായിട്ട് വരുള്ളൂ. അരിപ്പയിലേക്ക് ഇടാം. ഇനി നമുക്കൊരു 3/4 കപ്പ് കൂടി എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതും ഒരു സാധനം ഉണ്ടാവും. ഇത് നമുക്ക് ഇങ്ങനെ വടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ടിന്നുമ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്നില്ല. 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അതും വടിച്ചിട്ടുള്ള അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ കുറച്ചുള്ളൂ കേട്ടോ 1/4 ടീസ്പൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് അരിപ്പയിൽ ഇട്ടിട്ട് അരിച്ചിട്ടെടുക്കുക. ഒരു പ്രാവശ്യം അരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അരിപ്പയിൽ ഇട്ടിട്ട് ഒരു 2 പ്രാവശ്യം അരിച്ചിട്ടെടുക്കുക. അപ്പോൾ അതിനെ നമ്മുടെ മൈദപ്പൊടി നമ്മൾ 2 പ്രാവശ്യം അരിപ്പയിൽ ഇട്ടിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ട് നീക്കി വയ്ക്കാം. ഇനി ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഇതിലേക്ക് ചെയ്യാനുള്ളത്. നമുക്ക് 2 മുട്ട എടുത്തിട്ടുണ്ടല്ലോ. ഈ 2 മുട്ട ബീറ്റർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ബീറ്റർ ഇല്ലയെന്ന് വെച്ചിട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താലും അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ മുട്ട അത്യാവശ്യം ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതെന്തായി നോക്കാം. ഇത് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണുണ്ടായിരുന്നു, കാരണം ഇതൊന്ന് ചൂടാറണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ടർ പേപ്പർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലും സൈഡിലേക്ക് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് മൈദപ്പൊടി എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഇരിക്കണം ചെറുതായിട്ട്. ബാക്കി തന്നെ മൈദപ്പൊടി തട്ടിക്കളയണം. അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മൾ പല കേക്കുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അടിഭാഗം ഒന്നും കരിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ബട്ടർ പേപ്പറാണ് വയ്ക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലും സൈഡിലും നമുക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സിങ് ഇരുന്നിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നട്ട്സ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നിങ്ങൾ ഏത് നട്ട്സാണ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നട്ട്സ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ആൽമണ്ടും പീക്കനാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ആൽമണ്ട് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽമണ്ട് മാത്രം ചേർത്താൽ മതി. കാഷ്നട്ട് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഷ്നട്ട് മാത്രം ചേർത്താൽ മതി. എനിക്കാണ് ഇത് നമുക്ക് ഈ ആൽമണ്ടൊക്കെ കടയിൽ നിന്ന് ഈ ഫ്ലേക്സ് ആയിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പക്ഷേ എനിക്കാണ് അതിലും നല്ലത് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് നല്ലത്, കാരണം നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. മറ്റേത് ഭയങ്കര കനം കുറവായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ഇങ്ങനെ വെച്ചിട്ട് കേക്ക് ഉണ്ടായി. ഇത് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും ആൽമണ്ട് ഫ്ലേക്സ് ഞാൻ വാങ്ങാറ് ചെയ്യാറ്. ഇതും ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കേക്കിൻ്റെ ഒരു ഇതെല്ലാം മിക്സിങ്ങുകളും നമ്മുടെ ഇതിനകത്ത് നടക്കും. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മൈദപ്പൊടിയിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് അരിച്ചിട്ട് എടുക്കണം. പിന്നെ മുട്ട നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണം. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഇതിനകത്താണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് വാനില എസൻസാണ് ചേർക്കുന്നത്. വാനില എസൻസ് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ടീസ്പൂണല്ല, ടേബിൾ സ്പൂണ്. എനിക്ക് നാട്ടിൽ കിട്ടുന്നത് കുറച്ചും കൂടിയും ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളതാണെന്ന് തോന്നുന്നു, കുഞ്ഞ് ചെപ്പിൽ വന്നത്. അതാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയ്ക്ക് ചേർക്കേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. അത് കുറച്ചും കൂടി ഭയങ്കര സ്ട്രോങ്ങാണ്. അപ്പോൾ വാനില എസൻസ് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മൈദപ്പൊടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇത് കുറച്ച് ചെറിയ പാത്രമുള്ളൂ. അപ്പോൾ ഞാൻ മൈദപ്പൊടിയുടെ പാത്രത്തിലേക്കാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് മൈദപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല, മൈദപ്പൊടിയിലേക്ക് ഇതിട്ടാലും ഇത് ഒഴിച്ചാലും കുഴപ്പമില്ല. മൈദപ്പൊടി പറഞ്ഞേക്കണ കറക്റ്റ് അളവിൽ എടുക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ 2 മുട്ട നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ മുട്ടയും കൂടിയിട്ട് ചേർക്കാം. ഇതിനെങ്ങാനും ചെറിയ ചൂടെങ്ങാനും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ പിരിഞ്ഞ പോലെ വരും. അടിയിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം എല്ലാവരും നന്നായിട്ട് മിക്സായിട്ട് വരണം. അതുകൊണ്ട് മിക്സിങ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ കേക്ക് ടിന്നിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്നത് പറഞ്ഞില്ല 6 ഇഞ്ചിൻ്റെയാന്ന് പറഞ്ഞതിൽ 8 ഇഞ്ചിൻ്റെ കേട്ടോ നല്ലത്. കാരണം കുറച്ച് ബാറ്റർ ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, കാരണം ഫുള്ളായിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇത്രയ്ക്ക് ഒഴിച്ചാൽ മതി, ഇതിൽ കൂടുതൽ ഒഴിക്കരുത്. കാരണം പിന്നെ ഈ കേക്ക് സാധാരണ കേക്കിൻ്റെ പോലെ ഒരുപാട് അങ്ങനെ പൊന്തി വരില്ല.
അപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ പാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റാട്ടോ. ഇതിപ്പോൾ ഒരു ഇച്ചിരി ചെറുതാണ്, അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ കപ്പ് കേക്ക് പോലെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ കേക്ക് ഞാൻ അടപ്പത്ത് വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓവനിൽ വെച്ചിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കേക്ക് 375 ഫാരനൈറ്റിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരു 350 ഫാരനൈറ്റിൽ ചെയ്താൽ മതി. സെൻറ്റിഗ്രേഡിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എത്രയാണ് 7-14 ഒരു 175 സെൻറ്റിഗ്രേഡിൽ ചെയ്താൽ മതി കേട്ടോ. ഒരു 45 മിനിറ്റിനുള്ള ഓവനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡി ആയി കിട്ടും. അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഞാൻ എത്ര സമയമാണ് എടുത്തതെന്നുള്ളത് പറയാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്ര എയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യണ പോലെ എന്തെങ്കിലും നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വലുതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അതിന് നന്നായിട്ട് ചൂട് നിൽക്കും. ഇതും നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു ബേസ് വയ്ക്കുക. ഇങ്ങനൊരു ബേസ് വെച്ചിട്ടാണ് വെക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒരു ഇച്ചിരി പൊന്തി നിൽക്കുന്ന ഒരു ബേസ് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, കേക്ക് കരിഞ്ഞു പോട്ടാ. കേക്കിൻ്റെ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടില്ല. വലിയ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിനേക്കാൾ ഒരു പൊട്ടിക്ക് കുറച്ച് വെച്ചോ. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു 1.25 മണിക്കൂറായിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും വെന്തിട്ടുണ്ടെങ്കിൽ. കേക്ക് നോക്കി നല്ല എന്താ പറയുക, നല്ല പദമുണ്ട് കേക്കിന്. ഇനി നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കണം കേട്ടോ. അപ്പോൾ അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1.25 മണിക്കൂറായിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ കഴിയുമ്പോൾ കേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ചിലപ്പോൾ 1 മണിക്കൂറിനുള്ള റെഡിയാവും, അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂർ. പിന്നെ നമ്മൾ വെക്കണ ഫ്ലെയിമിൻ്റെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം വരും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെക്കണ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടും ചെറിയ വ്യത്യാസം വരും. കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കിന് ഇത്രയ്ക്ക് തിക്നെസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് കേക്ക് റെഡി ആയിട്ട് വരും. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ കേക്ക് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കേക്കിൻ്റെ മോൾ ഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് ഒരു ദിവസം ഒന്ന് ഇരിക്കണം കേട്ടോ. കാരണം ഇത് നന്നായിട്ട് ചൂടാറി ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്ലം കേക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കേക്ക് ആകെ പൊടിഞ്ഞു പോട്ടെ. അപ്പോൾ നമുക്ക് നാളെ കേക്ക് നന്നായിട്ട് ചൂടാക്കി ആറി കഴിഞ്ഞിട്ട് കേക്ക് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന കേക്കാണ്. ഈ കേക്ക് ഞാൻ കട്ട് ചെയ്ത് കാണിക്കട്ടെ. കേക്കിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഈ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്കിന് നല്ല കളറും ഉണ്ട്. കാരണം നമ്മൾ ഇതിലേക്ക് മുന്തിരി ജ്യൂസ് ചേർത്തിട്ടല്ലേ ഈ കേക്ക് റെഡിയാക്കി വെക്കണത്. നോക്കാം, അതാ ഉള്ളിലായിരുന്നു നോക്കിക്കേ, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കേണ്ട.